إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റഹ്മാനും റഹീമും റബ്ബുൽ ആലമീനുമായ പടച്ചതമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമേ, അംഗീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ചില ദിക്റുകളും ദുആകളും ഒക്കെ സംബന്ധിച്ചാണ്. വളരെ എളുപ്പത്തിൽ സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന വലിയ ചെലവില്ലാത്ത അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ തിരക്കിൽ പെട്ടുകൊണ്ട് നമ്മൾ മറന്നു പോകരുതേ. അത് പതിവാക്കാനും പഠിച്ചെടുക്കാനും ഒക്കെ അനുകൂല സാഹചര്യങ്ങൾ നമ്മളായി ഉണ്ടാക്കിയെടുക്കണം, ശ്രമം തുടരണം എന്നൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. പ്രാർത്ഥന എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മനുഷ്യന്റെ വിധി മാറ്റിമറിക്കുവാൻ അവന്റെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്നാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അല്ലാഹുവുമായിട്ട് അവനെ കണക്ട് ചെയ്യുന്ന അവന്റെ സംസാരമാണ് ദുആകളിലൂടെയും ദിക്റുകളിലൂടെയും ഒക്കെ സംഭവിക്കുന്നത്. റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കുകയും നിലനിർത്തുകയും ചെയ്യാനുള്ള വഴിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ഓരോ ആവശ്യങ്ങളും അവനോട് ചോദിക്കുവാനാണ്. സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. വഖാല റബ്ബുകും ഉദ്ഉനി. നിങ്ങളുടെ റബ്ബ് നാഥൻ പ്രസ്താവിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി,
ആരെങ്കിലും എന്നോട് കാണിക്കുന്ന ആ ഇബാദത്തിൽ, ആരാധനയിൽ വിമുഖത കാണിച്ചാൽ, താല്പര്യക്കുറവ് കാണിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദ്യനായി നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. 1, പ്രാർത്ഥന ഇബാദത്താണ് എന്നുള്ളത്. 2, അത് നിരന്തരമായി തുടരേണ്ട ഒന്നാണെന്ന്. 3, അതില്ലാത്തവന് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടെന്ന്. നോക്കൂ നിങ്ങൾ, പ്രാർത്ഥന തേട്ടമാണല്ലോ, ചോദ്യമാണല്ലോ, സഹായം ചോദിക്കലാണല്ലോ. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ നമ്മുടെ അടുത്തുള്ളവരോട്, അറിയുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ പോലും അവർക്ക് മടുപ്പനുഭവപ്പെടാറുണ്ട്, അവരുടെ നെറ്റി ചുളിയാറുണ്ട്, അവരുടെ മുഖം കനക്കാറുണ്ട്. പക്ഷേ ഖുർആനിന്റെ പല ആയത്തുകളിലൂടെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് ചോദിക്കുക, നിങ്ങൾ ചോദിക്കുക, വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളതാണ്. ഇതാണ് സൃഷ്ടികളും സ്രഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ കഴിവുള്ള, എല്ലാം നൽകാൻ കഴിവുള്ള, എപ്പോഴും നമ്മെ അറിയുന്ന, സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനോടായിരിക്കണം നമ്മുടെ തേട്ടം, നമ്മുടെ ചോദ്യം എന്നുള്ളതിൽ വിശ്വാസികൾക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. പ്രാർത്ഥന എപ്പോഴും അള്ളാഹുവിനോടായിരിക്കണം, അത് സൃഷ്ടികളോട് പാടില്ല. അങ്ങനെ ചെയ്താൽ അത് പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ വെറുക്കുന്ന, പൊറുക്കാത്ത വലിയ തെറ്റായിട്ടാണ് നമ്മുടെ മതം ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ശിർക്കാണ്. ആ ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, വലിയ പാപം, കൊടിയ പാപമായി പഠിപ്പിച്ചത് അതാണ്. ചോദിക്കാൻ പറയുന്ന റബ്ബിനോട്, ഉത്തരം നൽകാം എന്ന് പറയുന്ന റബ്ബിനോട് ചോദിക്കാതെ ആ ചോദ്യം സൃഷ്ടാവിൽ നിന്ന് മാറ്റി അവന്റെ സൃഷ്ടികളോട്, അത് ജീവിച്ചിരിക്കുന്നവരാകാം, മരണപ്പെട്ടവരാകാം, മനുഷ്യരാകാം, മറ്റു സൃഷ്ടികളാകാം, കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലോ ഭാവത്തിലോ ഉള്ളതാകാം, വ്യത്യസ്ത കഴിവുകൾ ഉള്ളതാകാം, എന്തോ ആവട്ടെ, സൃഷ്ടികളാണ്. സൃഷ്ടികളോട് പ്രാർത്ഥന പാടില്ല. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എല്ലാം സൃഷ്ടിച്ച പടച്ചതമ്പുരാനോടെ പാടുള്ളൂ എന്ന്. ഇനി ഖുർആനിലും പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തിരുവചനങ്ങളിലും അവിടുത്തെ ജീവിതത്തിലും ഒക്കെ സംഭവിച്ച അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ പരിശോധിച്ചു നോക്കിയാൽ ഒരൊറ്റ പ്രാർത്ഥന പോലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചതായി കാണുകയില്ല. ഇപ്പൊ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച, പ്രാർത്ഥിച്ച വിവിധ ഘട്ടങ്ങളിൽ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ തുടങ്ങുന്നത് ഒന്നുകിൽ റബ്ബന എന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിലോ അല്ലാഹുമ്മ. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, റബ്ബി ഞങ്ങളുടെ റബ്ബേ, നാദ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലേ? ആരാണതൊക്കെ? അതൊക്കെ പടച്ച തമ്പുരാനാണ്. അപ്പൊ എല്ലാ പ്രാർത്ഥനയും, നബി പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥനയും അള്ളാഹുവിനോട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നബിയെ പോലെ മഹാന്മാരായിട്ടുള്ളവർ നബിയുടെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അന്നും ജിന്നുകളും മലക്കുകളും ഉണ്ട്. നബിക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലേ? ഉഹദ് യുദ്ധം, ഖന്തഖ് യുദ്ധം, ഇതൊക്കെ നടക്കുമ്പോ അതിനു മുൻപ് ബദർ സംഭവിച്ചു പോയിട്ടുണ്ട്. അവിടെ ബദരീങ്ങളായിട്ടുള്ള ബദർ ശുഹദാക്കളായി ഷഹീദായി മരണം കൈവരിച്ചത് നബിക്ക് അറിയായിട്ടല്ല. അവരുടെ ഹക്ക്, അവരുടെ ജാഹ്, അവരുടെ ബർക്കത്ത് അത് നിലനിർത്തിക്കൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ മുൻഗാമികളായ പ്രവാചകന്മാരെ ഇടയാളന്മാരാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളോടോ നബി ഒരിക്കലും ഒരു ഘട്ടത്തിലും പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം നബി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ഇസ്ലാമിന്റെ ആദർശം. അങ്ങനെ ഒരു ദുആ അല്ലാഹുവിലേക്കല്ലാതെ വഴിതിരിഞ്ഞു പോയാൽ അത് ശിർക്കാണ്. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല. വിശ്വാസികൾ അത് ഉണ്ടാകാനും പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിജ്ഞയാണ് നമ്മൾ ഓരോ ദിവസവും 17 തവണ അറിഞ്ഞോ അറിയാതെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്.
അല്ലേ? എല്ലാരും അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവർ പോലും, കേരളത്തിലെ നമ്മളെപ്പോലെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും അറിഞ്ഞോ അറിയാതെയോ പല അബദ്ധഘട്ടങ്ങളിലും റബ്ബിനെ അല്ലാതെ അവരുടെ നാവുകളിൽ വിളിച്ച് തേടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അവര് പോലും അവരെ കൊണ്ടും അള്ള പറയിപ്പിക്കുന്നുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാദാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇതിങ്ങനെ നിസ്കരിക്കുമ്പോ പറഞ്ഞിട്ട് സലാം വീട്ടിട്ട് പിന്നെ വീഴാൻ പോകുമ്പോഴാ അല്ലാത്ത പല സൃഷ്ടികളെയും അവരുടെ നാവിൻ തുമ്പിൽ അവരോർക്കുന്നതും സഹായം പ്രതീക്ഷിക്കുന്നതും. അപ്പോ അത് വലിയ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ശിർക്ക് ഒരിക്കലും സംഭവിച്ചുകൂടാ. പ്രാർത്ഥന എപ്പോഴും അള്ളാഹുവിനോടായിരിക്കണം. ഇതാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. പിന്നെയോ, പല ആളുകളും പരാതി പറയുന്ന ഒരു കാര്യമാണ്, കുറെ കാലമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടണില്ലല്ലോ. നമ്മൾ ഇത് കേൾക്കാറുണ്ട് കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, അങ്ങാടികളിൽ നിന്നൊക്കെ, അല്ലെ? പറയുന്ന ഉത്തരം നൽകാം എന്ന് പറയുന്ന റബ്ബിനോട് കാലങ്ങളായി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മക്കളെ കിട്ടണില്ലല്ലോ, എന്റെ വീടിന്റെ കാര്യങ്ങൾ ശരിയാകണില്ലല്ലോ, എന്റെ ജോലി ശരിയാകണില്ലല്ലോ. പലതും പരാതികളായി ഇങ്ങനെ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു മനുഷ്യൻ ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ 3 രൂപത്തിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഇത് മനസ്സിലാക്കിയാൽ നമുക്കൊരിക്കലും പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെടില്ല, പരാതി ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, എന്താണോ നമ്മൾ പ്രാർത്ഥിച്ചത് അത് അള്ളാഹു അതുപോലെ നൽകും. ഡയറക്റ്റ് മെത്തേഡാണ്. ഇപ്പൊ പരീക്ഷയൊക്കെ വരാൻ നിൽക്കണല്ലോ, അല്ലെ? അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, പടച്ചോനെ എന്റെ കുട്ടിക്ക് മുഴുവൻ A+ ഉണ്ടാകണേ, നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പൊ ഒന്നുകിൽ ആ മുഴുവൻ A+ അള്ളാഹു നൽകുന്നു. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. രോഗം കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ കുടുംബ ബന്ധു, പടച്ചോനെ പരിപൂർണമായ ശിഫ നൽകണേ. 100 കണക്കിന് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ 1000 സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാക്കുന്നു. ഇതാണ് ചോദിച്ചത് അതുപോലെ നൽകുക. ഈ ചോദിച്ചത് അതുപോലെ കിട്ടുമ്പോൾ മാത്രമേ ഭൂരിപക്ഷം ആളുകളും അവർക്ക് ഇഷ്ടമാകുന്നുള്ളൂ, അല്ലെങ്കിൽ റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ യഖീൻ, അല്ലേ, ദൃഢവിശ്വാസം അവർക്ക് ഉണ്ടാകുന്നുള്ളൂ, അവർക്ക് സന്തോഷം വരുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ മെത്തേഡ് എന്താ അറിയോ? നമ്മുടെ ചോദ്യങ്ങൾ കൊണ്ട് മറ്റു പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കി തരുമെന്നാണ്. കുട്ടിയുടെ A+ വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു അപകടം, കയ്യോ കാലോ ഒടിയുന്നതോ ചതയുന്നതോ, ആ A+ പ്രാർത്ഥന കൊണ്ട് ഇവിടെ അള്ളാഹു നമുക്ക് തട്ടി മാറ്റി തരുന്നുണ്ട്. ഇത് നമ്മൾ പലരും അറിയണില്ല. ഇപ്പോൾ ഈ പള്ളിയിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കാൻ കാരണം വേറെ പല സംഗതികൾക്കും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാകാം. അല്ലാഹു അഅലം. ഇത് ഓർക്കുമ്പോ നമുക്ക് സന്തോഷം വേണ്ടേ? നമ്മൾ എന്താ ചെയ്യണത്? ഞാൻ ചോദിച്ച കാര്യം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് ദുഃഖിക്കാൻ. പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് മറ്റു പല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ പ്രാർത്ഥനക്കും അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്. ഓക്കെ, നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പടച്ചോനെ എനിക്ക് സുഖം നൽകണേ, ജീവിതത്തിൽ സമാധാനം നൽകണേ, ചിലപ്പോ ആ ദിവസം ആ ആഴ്ച സമാധാനം ഒന്നും കിട്ടണമെന്നില്ല, പക്ഷെ അതിന് പ്രതിഫലം കിട്ടി. ഒരു നന്മക്ക് 10 പ്രതിഫലം. അപ്പൊ നമ്മൾ ചെറിയൊരു കാര്യത്തിന് പോലും പ്രാർത്ഥിക്കുന്ന 1000 ദുആകൾക്ക് അതേ ഇൻറ്റു അങ്ങനെ കൂട്ടി നോക്കി. വെറുതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മതി ഇഷ്ടം പോലെ നന്മകൾ സമ്പാദിക്കാൻ. നമ്മുടെ നന്മയുടെ ഭാഗത്ത് ഖനം തൂങ്ങാൻ നമ്മുടെ പ്രാർത്ഥനകൾ മതിയാകും. അപ്പോ ഒരു പ്രാർത്ഥന പോലും നമ്മൾ നിസ്സാരമായി കാണരുതേ. പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആ പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളാണ്. ആ ഇബാദത്ത് ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചാൽ അവൻ നഷ്ടക്കാരനാണ്, അവന് വലിയ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആമുഖമായി മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കൂല. നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകളാണ്. നബിയുടെ സദസ്സിനടുത്ത് ഒരു മനുഷ്യൻ നബിന്റെ അടുത്ത് വന്ന്
തൊട്ടപ്പുറത്തൊരു മനുഷ്യൻ ആകാശത്തേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ച ചരിത്രം അറിയാത്തവരായിട്ട് നമ്മളിൽ ആരുമില്ല. അപ്പൊ നബി സദസ്യരോട് സ്വഹാബത്തിനോട് പറയാണ്, ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂലട്ടോ അല്ലെ, അള്ളഹാനോടാണ് പ്രാർത്ഥിക്കണത്, യാ റബ്ബ് എന്നാ വിളിക്കണത്. മാത്രമല്ല ഈ ഹദീസിൽ കാണാം പൊടി പിടിച്ച്, അതുപോലെ തന്നെ മുടിയൊക്കെ ജട പിടിച്ച്, എന്ന് പറഞ്ഞാൽ ദീർഘമായി യാത്ര ചെയ്ത ക്ഷീണം അദ്ദേഹത്തിന്റെ മേലുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള അനുകൂല ഘടകങ്ങളായിട്ട് പോലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണില്ല. എന്നിട്ട് നബി പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ വസ്ത്രവും ഹറാമാണ്, അദ്ദേഹത്തിന്റെ ഭക്ഷണവും ഹറാമാണ്, ഹറാമിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാത്തതിന്റെ ഒരു കാരണം ഇതായിരിക്കാം. എന്താണ് അവിടുത്തെ ഹറാമിന്റെ പ്രശ്നം? അദ്ദേഹം പട്ടുവസ്ത്രം ധരിച്ചു വന്നതല്ല, അദ്ദേഹം മദ്യപിച്ചു വന്നതല്ല, അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ പന്നിമാംസം കടന്നുകൂടിയതല്ല, സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നുകൂടിയതാണ്. പൈസ, 1 രൂപ പറ്റിച്ചതോ, അതുപോലെ തന്നെ വഞ്ചിച്ചതോ, ഹലാലല്ലാത്തത് ചേർന്നതോ, ഇല്ലേ, കൈക്കൂലി വാങ്ങിയതോ, പലിശ ഉൾച്ചേർന്നതോ ആയിട്ടുള്ള കുറെ സമ്പാദ്യം നമ്മുടെ അടുത്ത് പണ്ടത്തേതാണ്. ഇപ്പൊ ചിലപ്പോ നന്നായിട്ടുണ്ടാവും, പക്ഷെ പൈസന്റെ വിഷയം അത് കൊടുത്തന്നെ തീർക്കണം, അത് കൊടുത്തന്നെ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അത്രയും കാലം ഹറാമിൽ തന്നെയാണ്, പ്രാർത്ഥന പോലും സ്വീകരിക്കൂല. അപ്പൊ പ്രാർത്ഥന സ്വീകരിക്കാത്തതിന്റെ ഒരു കാര്യം ഇതാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തിക രംഗം വിശുദ്ധമാകണം എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഉത്തരം കിട്ടാനാണല്ലോ. അപ്പൊ ഉത്തരം കിട്ടാൻ ചോദിക്കുമ്പോ അത് ഉത്തരം നൽകാൻ കഴിവുള്ളവനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? എനിക്ക് 50,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ പരമദരിദ്രനായ കടം കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് എനിക്ക് 50,000 തരുമെന്ന് ഞാൻ ചോദിക്കൂലല്ലോ. ചോദിക്കോ? ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് തരാൻ കഴിയും എന്ന ചെറിയൊരു പ്രതീക്ഷയെങ്കിലുള്ള ആളെടുത്തേ ഞാൻ അത് ചോദിക്കുള്ളൂ. എല്ലാം നൽകാൻ കഴിയുന്ന, എല്ലാം അറിയുന്ന, ചോദിച്ചോ എന്ന് നമ്മോട് മുന്നേ കൂട്ടി പറഞ്ഞ പടച്ചത റബ്ബിനോട് മാത്രമായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാത്ത ചോദ്യങ്ങളൊക്കെ നിരർത്ഥകമാണ്, അർത്ഥമില്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കാം. നോക്കിയേ നിങ്ങൾ, അള്ളാഹിനോടല്ലാതെ വിളിച്ച് തേടുന്ന കുറെ പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഒന്നും പ്രാർത്ഥന അവർ കേൾക്കാനേ പോണില്ല. ഇനി വെറുതെ തർക്കത്തിന് വേണ്ടി, വാദത്തിന് വേണ്ടി സമ്മതിക്കാം, കേട്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, അവർ കേട്ടാലോ? കേട്ടു എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ കഴിയൂല. മിണ്ടാൻ കഴിയാത്ത ബിംബങ്ങൾ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ബിംബങ്ങൾ, മരണപ്പെട്ടു പോയ ആളുകൾ, അല്ലേ, നമ്മുടെ പ്രാർത്ഥന പോലും അവരൊന്നും കേൾക്കൂല എന്നാണ്. അല്ലേ, ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മദ് ദുആ ഇദാ വല്ലൂ മുദ്ബിരീൻ. സൂറത്ത് റൂമിന്റെ 52-ാമത്തെ വചനം എന്താ പറഞ്ഞത്? മരണപ്പെട്ടു പോയ ഒരാളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയൂലടാ, കേൾപ്പിക്കാൻ കഴിയൂല. അപ്പൊ മരണപ്പെട്ടു പോയത് എത്ര വലിയ മഹാന്മാരാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഖുർആനിൽ അല്ലാഹ് പറയാണ്, മരണപ്പെട്ടു പോയാൽ നിനക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയൂല. കഴിയൂല എന്ന് പറയുന്നത് ഖുർആനാണ്. വലാ തുസ്മിഉ സുമ്മ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉദാഹരണം പറയാണ്. വലാ തുസ്മിഉ സുമ്മ, ഒരു ബദിറിനെ പോലും നിനക്ക് കേൾപ്പിക്കാൻ കഴിയൂല. ഇദാ വല്ലൂ മുദ്ബിരീൻ, ഓനെങ്ങാനും തിരിഞ്ഞിട്ട് പോയാൽ ഒരു ബദിറിനെ പോലും എനിക്ക് കേൾപ്പിക്കാൻ കഴിയൂല. പിന്നല്ലേ മരണപ്പെട്ടു പോയ ഒരാളെ കേൾപ്പിക്കാൻ കഴിയൂല എന്ന് ഖുർആനാണ്. പ്രിയപ്പെട്ടവർ, അപ്പോ അങ്ങനെ മരിച്ചു പോയവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ വലിയ പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തവണ പോലും പരിശുദ്ധ ഖുർആന്റെ അർത്ഥം അല്ലെങ്കിൽ ആയത്തുകൾ ആശയം ഗ്രഹിച്ചുകൊണ്ട് അവർ വായിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പല ആളുകളെയും പിന്തുടരുന്നത് കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അപ്പൊ അത്ര വലിയ ചതിക്കുഴികളിൽ നിന്ന് ആരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ ആ ദൗത്യം ദഅവത്തിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ രക്ഷയുടെ വഴിയെ, ആ പ്രതീക്ഷയുടെ വഴിയെ നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ബന്ധത്തെയൊക്കെ വഴി നടത്താൻ, ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത ജീവിതത്തിൽ നിന്ന്, അല്ലേ, ആ അബദ്ധത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി യഥാർത്ഥ തൗഹീദിന്റെ വഴിയെ നടത്താൻ, പ്രതീക്ഷയുടെ റബ്ബിന്റെ സ്വർഗത്തിന്റെ പാതയിൽ അവരെ അണിനിരത്താൻ ആവോളം നമ്മൾ പരിശ്രമിക്കണം.
പരിശോധിക്കണം. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെയും പ്രാർത്ഥന ആരോട് നിർവഹിക്കണം, അതിന്റെ ചിട്ടവട്ടങ്ങൾ, അതിന്റെ നമ്മൾ ആരിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കണം, എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം, ഒരിക്കലും അതിൽ നിരാശ വേണ്ടതില്ല തുടങ്ങിയ സംഗതികൾ അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം എന്നാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാതൃകയായിട്ടുള്ളത്? നമ്മുടെ പൂർവ്വസൂരികരായിട്ടുള്ള, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വഹാബത്തും പ്രവാചകന്മാരും ഒക്കെ തന്നെയാണ്. നോക്കിയേ, അവരൊക്കെ എത്ര പ്രതീക്ഷയോടെയാണ് റബ്ബിനോട് പ്രാർത്ഥിച്ചത്. അതെല്ലാം അവർക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കുകയും നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ സംഗതി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സംശയമില്ലാതെ പ്രാർത്ഥിക്കുക അല്ലെ? കിട്ടുമോ കിട്ടൂലേ, കിട്ടിയാണെങ്കിൽ കിട്ടട്ടെ, ഇങ്ങനെയല്ല. നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അത് അള്ളാഹു എനിക്ക് നൽകും എന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊന്ന്, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം അല്ലെ? നമ്മളൊക്കെ കുഞ്ഞില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മാക്സിമം ഒരു 5 ഡോക്ടർമാരെടുത്ത് പോകും, ചിലപ്പോൾ 10 ഡോക്ടർമാരെടുത്ത് പോകും, പരമാവധി ഒരു 10 വർഷം ചികിത്സിക്കും. ഈ 10 ആളുകളും ഒരേ അഭിപ്രായം പറഞ്ഞാലോ സാധ്യതയില്ലട്ടോ, അങ്ങനെ ഉണ്ടാവില്ലട്ടോ, ഇങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചികിത്സയും നിർത്തും, പ്രാർത്ഥനയും നിർത്തും. പക്ഷേ അത്ഭുതങ്ങൾ കൊണ്ടുതരാൻ കഴിയുന്ന റബ്ബാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാക്കിയാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതീക്ഷയോടെ നിർവഹിച്ച പ്രാർത്ഥനകളെ കുറിച്ചും അതിന്റെ ദൈർഘ്യത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും നിരാശ വരൂല. കാരണം എന്താ? കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചു എന്നാണ്. കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ നമ്മൾ കൈക്കൊള്ളേണ്ട മറ്റൊരു സംഗതി അതാണ്. എന്താണോ നമ്മുടെ ആഗ്രഹം, നമ്മുടെ തേട്ടം എന്താണോ അത് ലഭ്യമാകുന്നത് വരെ നിരന്തരമായി പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നിരാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, നിരന്തരമായി പ്രാർത്ഥിക്കുക. നോക്കിയേ, എപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനെ കൊടുക്കുന്നത് അല്ലേ? പിന്നെ വാർദ്ധക്യാവസ്ഥയിലാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് നമുക്കറിയാം, അൽഹംദുലില്ലാഹ് അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ്. കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യാവസ്ഥയിൽ ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ തള്ളിക്കളയുന്ന ആ സമയത്ത്, അങ്ങനത്തെ കിബറിന്റെ അവസ്ഥയിൽ എനിക്ക് ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും തന്ന അല്ലാഹുവിന് സ്തുതി. എന്നിട്ട് അവസാനത്തെ ഒരു വാക്കുണ്ട്, ഇന്ന റബ്ബി ലസമീഉ ദുആ. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്, എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ വിട്ടുമാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പടച്ചോനെ വിട്ട് പല പുണ്യാളന്മാരടുത്തേക്കും, മഖ്ബറയിൽ നിന്ന് മഖ്ബറയിലേക്കും, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാനകേന്ദ്രത്തിലേക്കും, പുണ്യകേന്ദ്രങ്ങളിൽ നിന്ന് പുണ്യകേന്ദ്രങ്ങളിലേക്കും, തീർത്ഥാടന യാത്രകൾ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണത്തിൽ അബദ്ധത്തിൽ പോയി ചാടിക്കൊണ്ട് നമ്മൾ ഈമാനിനെ പണയം വെച്ചുകൊണ്ട് നടക്കാൻ കാരണം നമ്മൾ ഖുർആനിലോ അല്ലാഹുവിലോ ഉള്ള പ്രതീക്ഷ അവസാനിപ്പിച്ചപ്പോഴാണ്. അത് നമ്മുടെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അവരോടുള്ള നമുക്കുള്ള സ്നേഹമൊക്കെ നമ്മൾ പ്രകടമാക്കേണ്ടത്. അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോഴാണ്. പ്രവാചകന്മാർ ചെയ്തതുപോലെ പ്രതീക്ഷയോടെ അല്ലാഹുവിനോട് മാത്രം അത് കിട്ടുന്നത് വരെ പ്രാർത്ഥന തുടരാൻ ഉള്ള ആവേശമാണ് നമ്മൾ ഈ കേൾക്കുന്ന ഓരോ ചരിത്രവും. അതുപോലെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് മാത്രം രക്ഷയും ശിക്ഷയും ഒക്കെ പ്രതീക്ഷിക്കുന്ന കറകളഞ്ഞ വിശ്വാസികളായി യഥാർത്ഥ മുഅ്മിനുകളും മുവഹ്ഹിദുകളുമായിട്ട് ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിക്കുവാനും നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ചില പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അതിലൊന്ന്, സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. ലാ തദ്ഉ അലാ അൻഫുസികും. ചില ആളുകൾ അങ്ങനെ അല്ലേ, ഇന്നൊന്നും എടുത്തു കൊണ്ടാറപ്പേ, ഇന്നൊന്നും മരിപ്പിച്ചുകൊണ്ടാ, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി കുറെ പ്രാർത്ഥനകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. സ്വന്തത്തിനെതിരെ, എന്റെ നാശം ഞാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വന്തത്തിനെതിരെ ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്നാണ് പ്രവാചകന്റെ കൽപ്പനയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കരുത്, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്, പ്രവാചകന്റെ കൽപ്പനയാണ്. നമ്മളൊക്കെ ദേഷ്യം വരുമ്പോ അല്ലെ, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ അത് കൂടുതലായി കാണാറുണ്ട്.
മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാം. നീ നശിച്ചു പോകടാ, നീ ഗുണം പിടിക്കൂലടാ, നീ അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ പറയുന്ന കുറെ പ്രാർത്ഥനകൾ ഒരിക്കലും ഉണ്ടാകാൻ പറ്റൂല എന്നാണ്. മക്കൾക്കെതിരെയല്ല, മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെറിയ അപാകതകൾ അവരിൽ ഉണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കാൻ വേണ്ടി അതുകൂടെ എടുത്തു പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുക വേണ്ടത്, അല്ലാതെ എതിരായിട്ട് പ്രാർത്ഥിക്കരുത്. നമ്മുടെ ജോലിക്കെതിരെയോ അതുപോലെ നമ്മുടെ സേവനങ്ങൾക്കെതിരെയോ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെതിരെയോ ഇതിനൊന്നെതിരെ പ്രാർത്ഥിക്കാൻ പറ്റൂല, പ്രാർത്ഥിക്കരുത് എന്നാണ്. അതിനെങ്ങാനും മലക്കുകളും ആമീൻ പറഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലേ ആ നഷ്ടം സംഭവിക്കുന്നത് ശരിക്കും നമുക്കാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊക്കെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള അബദ്ധത്തിലുള്ള പ്രാർത്ഥനകൾ, നമ്മൾ ഉണർത്തിയ ചെയ്യരുതേ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ചെയ്യാൻ പറഞ്ഞ ഇഷ്ടംപോലെ ദുആകളുണ്ട്, അതൊക്കെ ഓരോ സമയത്തും ഘട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പല സന്ദർഭങ്ങളും നമ്മളെ പഠിപ്പിച്ചു അല്ലേ. ആ സമയത്തൊക്കെ കൂടുതൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാം, ഈ സമയത്ത് പ്രത്യേകമായി അധികരിപ്പിക്കുക. വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഹദീസിൽ ഇമാം മിമ്പറിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞു. അതാവാം, അല്ലാത്ത സമയമാകാം. അപ്പൊ ആ സമയവും നമ്മുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ അത് അല്ലാഹു സ്വീകരിക്കും, ഉത്തരം നൽകാതെ പോകൂല എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവർ, വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ഓരോ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പ്രാർത്ഥിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച സമയമാണത്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും കിടന്നിറങ്ങുമ്പോ ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് റബ്ബിനോട് ഇങ്ങനെ എന്റെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോ, കൊഞ്ചിയും കെഞ്ചിയും ഞാൻ എന്റെ റബ്ബിനോട് ഇങ്ങനെ പറയുമ്പോ അത് അല്ലാഹു സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥന, യാത്ര എന്നുള്ളത് ഒരു വൈഷമ്യ ഘട്ടമാണ്, പരീക്ഷണ സമയമാണ്. ആ സമയത്ത് ഞാൻ എടുത്ത് ഓർത്ത് അല്ലാഹുവിനോട് ഇരക്കുന്ന കുറെ തേട്ടങ്ങൾ, ചോദ്യങ്ങൾ അല്ലാഹു പരിഗണിക്കുമെന്നാണ്. അതുപോലെ തന്നെ നോമ്പുകാരന്റെ പ്രാർത്ഥന പ്രത്യേക പുണ്യമുള്ള പ്രാർത്ഥനയായി പഠിപ്പിച്ചതാണ്. മർദ്ദിതന്റെ പ്രാർത്ഥന ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ അവഹേളിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ കയ്യാലോ വാക്കാലോ നോക്കാലോ ഒരാളെ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തുമ്പോ അവന്റെ ഇടനെഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വിളി, ആ വിളിക്കും അല്ലാഹുക്കും ഇടയിൽ ഒരു മറയൂല. ഒരു മറയൂല. നമ്മളൊരാളെ അപമാനിക്കുമ്പോ ഒരാളെ പ്രയാസപ്പെടുത്തുമ്പോ പടച്ചോനെ എന്ന് വിളിക്കണ ഒറ്റ വിളി മതി. അയാൾക്കും അല്ലാഹുവിനോടും മറയില്ല. അങ്ങനെ സ്വീകരിക്കും. ആരാണോ അവനെ അപമാനിച്ചത്, ആരാണോ അവനെ പ്രയാസപ്പെടുത്തിയത്, ഈ ദുനിയാവിൽ തന്നെ പടച്ചോന്റെ മറുപടി ചിലപ്പോ അവനെ കാത്തിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മറ്റൊരാളുടെ വിഷയത്തിൽ നമ്മൾ ഈ രൂപത്തിൽ ഇടപെടാൻ. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, എന്റെ മക്കൾ, എന്റെ കുടുംബത്തെ നമസ്കാരം നിലനിർത്തുന്നവരാക്കേണമേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ശേഷം റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചോനെ എന്റെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രാർത്ഥന. അങ്ങനെയൊക്കെയാണ് ഓരോ ഘട്ടത്തിലും നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ. വീണ്ടും പറയാൻ, നിരർത്ഥകമായ പ്രാർത്ഥനകൾക്ക് പിന്നാലെ പോകരുത്. റബ്ബിനെ വിട്ടൊരു പ്രാർത്ഥനയും ഒരു വിശ്വാസിക്ക് ഉണ്ടാവരുതേ. സൂറത്തുൽ റഅദിന്റെ 14-ാമത്തെ വചനം. എത്രമാത്രം നിരർത്ഥകമാണ് അല്ലാഹുവിനോടല്ലാതെ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത അല്ലാഹുവിനാണ്. എന്നിട്ടൊരു ഉദാഹരണമായി ഒരു ഉപമ പറയണേ. വായിൽ വെള്ളം കയറി അല്ലെ, ദാഹം ശമിക്കാൻ വേണ്ടിയിട്ട് വായിലേക്ക് വെള്ളം എത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിന് നേരെ ഇങ്ങനെ കൈ മലർത്തി പിടിച്ചവന്റെ ഒരു ഉപമ അല്ലെ. വെള്ളത്തിന് നേരെ ഇങ്ങനെ കൈ നീട്ടിയാൽ അവന്റെ വായിലേക്ക് വെള്ളം എത്തുമോ? ഖുർആൻ ചോദിക്കാൻ ഇല്ല. വെള്ളത്തിനെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അവന് വായിലേക്ക് ആക്കണം. വെള്ളത്തിന് നേരെ ഇങ്ങനെ കൈ നീട്ടി പിടിച്ചാൽ അവന്റെ ദാഹം മാറൂല, വായിലേക്ക് വെള്ളം എത്തൂല. ഇതുപോലെയാണ് അല്ലാഹുവിനോടല്ലാതെ വിളിച്ചു തേടുന്ന ഒരാളുടെ പ്രാർത്ഥന. അവന്റെ ആഗ്രഹം നടക്കൂല, അവന്റെ ഉദ്ദേശവും നടക്കൂല. എന്നിട്ട് പറയാൻ, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ.
നോക്കിയേ, ഈ കാഫിറുകളായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ ദുആ അവർക്ക് എത്രത്തോളം നഷ്ടമാണ്, നിരർത്ഥകമാണ്, വഴികേടിലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ. ആ രൂപത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹുവും റസൂലും നമ്മുടെ ദീനും പഠിപ്പിച്ച രൂപത്തിലല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. കാരണം എന്താ അറിയോ, പലപ്പോഴും പ്രിയപ്പെട്ടവർ നമ്മുടെ ഈമാനൊക്കെ ചൂഷണം ചെയ്യാൻ പല ആളുകളും വല വിരിച്ച് കാത്തിരിക്കുകയാണ്. നമ്മളറിയാതെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് അത് കയറി വരും. ചിലപ്പോ യൂട്യൂബ് പ്രസംഗങ്ങളിലും കൂടെ അയക്കാം അല്ലെ, ചിലപ്പോ പിന്നെ നൂറേ മജ്ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിയിരുത്തുന്ന അത്തരത്തിലുള്ള മജ്ലിസുകളിലൂടെ ആയിരിക്കും. എവിടെയാണ് ഇത് കയറാന്ന് പറയാൻ പറ്റില്ല. ശിർക്കരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഈമാനിനെ കാർന്ന് തിന്നുന്ന ചെതലായിക്കൊണ്ട് ഇത്തരത്തിലുള്ള അവിശ്വാസം അന്ധവിശ്വാസം കടന്നുകൂടിയാൽ അത് നമ്മളെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും. വിശ്വാസ ജീർണതയും വിശ്വാസ വൈകല്യവും അതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ കുടുംബത്തെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ അള്ളയും റസൂലും ദീനും ഖുർആനും പഠിപ്പിച്ചതുപോലെ റബ്ബിനോട് മാത്രം അതും പ്രതീക്ഷയോടെ കിട്ടുന്നത് വരെ പടച്ചോൻ പറഞ്ഞ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ, നബി പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് പിന്നെ പ്രാവർത്തികമാക്കാനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാദാ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരുടെ വിഷമതകൾ റബ്ബേ നീ പരിഹരിക്കണേ. അതിൽ നിന്ന് അവർക്ക് മോചനം നൽകണമേ തമ്പുരാനെ. കടം കൊണ്ടും രോഗം കൊണ്ടും പ്രയാസപ്പെടുന്നവർ അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, നമ്മുടെ ഉമ്മ ബാപ്പമാർ എല്ലാവരും നീ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ. അവരുടെ ഖബറിടം വിശാലമാക്കണമേ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ, ഞങ്ങളുടെ മുറാദുകൾ, നല്ല നല്ല ഉദ്ദേശങ്ങൾ നീ അത് യാഥാർത്ഥ്യമാക്കി നൽകണമേ തമ്പുരാനെ. ജോലി കൊണ്ട് അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ, ജോലി ഇല്ലാതെയൊക്കെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ റബ്ബേ അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.